അർജന്റീനയുടെ ആരാധകർക്ക് അത്ര സുഖകരമല്ലാത്ത കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുവാനായിട്ട് പോകുന്നത്. വർഷം 2014. അർജന്റീനയും സ്ലൊവേനിയയും തമ്മിലുള്ളൊരു പോരാട്ടം. കളി തുടങ്ങും മുൻപ് തന്നെ അർജന്റീനൻ താരങ്ങൾ ഒരു യുദ്ധപ്രഖ്യാപനമൊക്കെ നടത്തി. തങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട ഫോക്ലൻഡ് ദ്വീപിനായിട്ടുള്ള പോരാട്ട വീര്യത്തിന്റെ ആ ബാനർ വിവാദം ഇന്നും ഫുട്ബോൾ ലോകം മറന്നിട്ടേയില്ല. അതേ സ്ലൊവേനിയൻ മണ്ണിൽ നിന്ന് ഒരു റഫറി ലോകകപ്പിന്റെ ഫൈനലിൽ വിധി എഴുതുവാൻ വരികയാണ്. കളി നിയമങ്ങളുടെ കാവൽക്കാരനാകാൻ സ്ലൊവേനിയയിൽ നിന്നൊരു റഫറി എത്തുകയാണ്. സ്ലാവ്കോ വിൻസിച്ച്. അന്ന് സ്ലൊവേനിയൻ മണ്ണിൽ കുറിച്ച ആ പ്രതിഷേധത്തിന്റെ ബാക്കി പത്രമായിരിക്കുമോ ഇന്ന് സ്ലൊവേനിയയിൽ നിന്നുള്ള ആ ഒരു റഫറിയുടെ ഓരോ വിസിലടിയുമെന്നാണ് ഓരോ അർജന്റീനൻ ഫാൻസും ഭയക്കുന്ന കാര്യം. നിയമങ്ങളുടെ വരമ്പുകൾക്കപ്പുറം കളിമൈതാനത്തെ രാഷ്ട്രീയവും കനൽ വഴികളും ഒന്നാകുന്ന അപൂർവ നിമിഷമാണിത്. ഇതിഹാസങ്ങൾക്ക് കാവൽ നിൽക്കുവാൻ കാലം കാത്തുവച്ച വിധി പോലെയായി. കഥ അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ഖത്തറിൽ വെച്ച് മെസ്സി പടയുടെ വിജയക്കുതിപ്പ് തടഞ്ഞ് സൗദി അറേബ്യ അവരെ അട്ടിമറിച്ച ആ കറുത്ത ദിനം എല്ലാവർക്കും ഓർമ്മയുണ്ട്. അന്ന് കളി നിയന്ത്രിച്ചതും ഇതേ റഫറി ആയിട്ടുള്ള സ്ലാവ്കോ വിൻസിസ് തന്നെയായിരുന്നു. ഇതിനേക്കാൾ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി ഇതിനകത്തുണ്ടെന്ന് പറയാം. ഏറെ കൗതുകം നിറഞ്ഞ ഒരു പഴയ ചരിത്രം. സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയപ്പോൾ അർജന്റീനയ്ക്ക് ലഭിച്ച മണ്ണായിരുന്നു ഫോക്ലൻഡ് അഥവാ മാൽവീനാസ് ദ്വീപുകൾ എന്ന് പറയുന്നത്. പിന്നീട് പലരിലേക്കും കൈമാറിപ്പോയ ഈ മണ്ണ് ഇന്നും അർജന്റീനക്കാരുടെ നെഞ്ചിലെ നീറുന്ന മുറിവ് തന്നെയാണ്. അപ്പോൾ ആ ദ്വീപിനായി 2014 സ്ലൊവേനിയക്കെതിരെ ബാനർ ഉയർത്തി പ്രതിഷേധിച്ച അർജന്റീനൻ ടീം അന്ന് അവർക്കെതിരെ നിന്ന അതേ സ്ലൊവേനിയൻ റഫറി ഫൈനൽ നിയന്ത്രിക്കാൻ വരികയാണ്. ഇതെല്ലാം പോരാഞ്ഞിട്ട് ആ ഫോക്ലൻഡ് ദ്വീപുകളുടെ ആദ്യ അവകാശികളായിട്ടുള്ള അതേ സ്പെയിൻ ഇന്ന് ഫൈനലിൽ അവരുടെ എതിരാളികളായിട്ട് വരുന്നു. എന്തൊരു കാവ്യനീതിയാണ് ഇതെന്ന് നോക്കണം. സോ ഇത് വെറുമൊരു ഫൈനലോ അല്ലെങ്കിൽ ഇതിഹാസങ്ങൾ തമ്മിലുള്ള പോരാട്ടമോ മാത്രമായി കാണാൻ സാധിക്കില്ല. നൂറ്റാണ്ടുകളുടെ രാഷ്ട്രീയവും അഭിമാനവും വീണ്ടെടുക്കുവാനുള്ള യുദ്ധകളം കൂടിയായിട്ടാണ് ഈ മത്സരം മാറാൻ പോകുന്നത്. കാരണം എതിരാളികളായിട്ട് വരുന്നത് സ്പെയിനാണ്. ചരിത്രവും രാഷ്ട്രീയവും പകരം വീട്ടലുകളും ഒത്തുചേരുന്ന ഈ മഹാപോരാട്ടത്തിൽ ആര് മുട്ടുകുത്തും? സ്പെയിനോ അതോ അർജന്റീനയോ? നിങ്ങളുടെ പ്രവചനങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള കൗതുകപരമായിട്ടുള്ള അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളുക.